ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫാത്തിമാസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ്, ഷവർമ. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഷവർമ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊന്ന് കുബൂസ് റെഡിയാക്കാം. കുബൂസിന് വേണ്ടി 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ 2 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ 2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഈസ്റ്റും പഞ്ചസാരയും കൂടെ കലക്കിയതിൻ്റെ മിക്സും നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് കുറേശ്ശെ വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് മൈദയും ഗോതമ്പും പകുതിയാണ് എടുത്തത്. ഏകദേശം 1 കിലോ കാണാം. നിങ്ങൾക്ക് ഇനി മൈദ തനിച്ചാണ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ 2ഉം കൂടി ആയിട്ടാണ് എടുത്തേക്കണത്. നന്നായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ച് സ്മൂത്താക്കി എടുക്കണം. നല്ലതുപോലെ കുഴച്ച് സ്മൂത്താക്കിയാൽ മാത്രമേ കുബൂസ് നല്ല സ്മൂത്തായിരിക്കുള്ളൂ. കുഴഞ്ഞു വരുമ്പോഴേക്കും കുറച്ച് ഓയിൽ കൂടി നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് യോജിപ്പിച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ഡിഷിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. നല്ല ടൈറ്റ് ഒന്ന് കവർ ചെയ്യണം. കവർ ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു 1.5-2 മണിക്കൂറോളം നമുക്ക് ഇതേപോലെ തന്നെ വെക്കണം. 1.5 മണിക്കൂറെല്ലാം കഴിഞ്ഞു. മാവെല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതൊന്ന് ബോൾസുകളായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓരോ ബോൾസിനെ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് അതേപോലെ എല്ലാ ബോൾസും പരത്തിയെടുത്ത് ഒരു കോട്ടണിൽ കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് ഒരു കുബൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കുമ്പളകൾ വരുമ്പോഴേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതേപോലെ നമുക്കൊന്ന് എല്ലാം ചുട്ടെടുക്കാം.
അങ്ങനെ നമ്മുടെ കുബൂസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ 1 കിലോ മാവ് എടുത്തിട്ട് ഇത്രയും കുബൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ മാവെടുക്കുക. ഇതേപോലെ ട്രൈ ചെയ്യുക. ഷവർമയ്ക്കുള്ള ബോൺലെസ് ചിക്കൻ 1/4 കിലോളം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. വളരെ നൈസാക്കി പീസാക്കി വാഷ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞു വെച്ചതും ചേർത്ത് കൊടുത്തുകൊണ്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഫ്രൈസ് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ട് അതിലേക്ക് നമ്മളുടെ ചിക്കൻ പീസ് എല്ലാം റെഡി ആയിരിക്കുന്നത് ഒന്ന് നിരത്തി എല്ലാം കുറേശ്ശെയായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ടൊന്ന് വെന്തും വരണം. വെന്ത് വെള്ളം വറ്റി വരുമ്പോഴേക്കും കുറച്ചൊന്ന് ഫ്രൈ ആക്കിയതുപോലെ എടുക്കണം. വെള്ളം നമ്മളതിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല, എന്നാലും അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്കും അതൊന്ന് വെള്ളമായി വരും. അതിൽ നാരങ്ങ നീരെല്ലാം ഉള്ളത് കൊണ്ട് വെള്ളമായി വരും. വെന്തതിന് ശേഷം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അതേ ഓയിലിൽ കിടന്ന് അതൊന്ന് ഫ്രൈ ആയി വരണം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമയ്ക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. ഇതിനു വേണ്ടി നമ്മളിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ക്യാബേജും 1 കപ്പ് ക്യാരറ്റും ചെറുതായി ചോപ്പ് ചെയ്തതിനാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് നോക്കി വേണം വെജിറ്റബിൾസിൽ ഉപ്പ് ചേർക്കാൻ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രൈ ആക്കി എടുത്ത ചിക്കൻ പീസ് ചെറിയ പീസസ് ആക്കിയതാണ്, അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഗാർലിക് സോസും ടൊമാറ്റോ സോസും ചെയ്തതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കൊരു കുബൂസ് എടുത്തിട്ട് അതിലേക്ക് ഗാർലിക് സോസും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ടൊമാറ്റോ സോസും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും കുറേശ്ശെയായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചുരുട്ടി ഫോൾഡ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് റോള് ചെയ്യുക. ഇതേപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഒരു ചെറിയ ബട്ടർ പേപ്പറിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.